ഹലോ ഓൾ. അപ്പം നിലവിൽ സെക്രട്ടേറിയറ്റ് ഒ എ എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് അടുത്ത എക്സാംസ് ഏതിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് VFA നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ VFA നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഉടനെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് ബെവ്കോ LDC, ബ്യൂറേഷൻ കോർപ്പറേഷനിലേക്കുള്ള LDC എക്സാം. ബെവ്കോ LDCയും ഇതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിന് മുൻപ് നടന്നത് 58/2021 കാറ്റഗറിയാണ് ഈ ഒരു എക്സാം നടന്നത്. അത് 2021 ഓക്കെ, 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം 2023 പരീക്ഷ നടക്കുന്നു. അപ്പോൾ 2021 എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം 2023 എക്സാം നടന്നത്. 2023 ശേഷം 2024 ഫെബ്രുവരിയോടുകൂടിയാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത്. അപ്പം ബെവ്കോ LDC റാങ്ക് ലിസ്റ്റ്, കഴിഞ്ഞൊരു റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് ഫെബ്രുവരി 2024 വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും 3 വർഷത്തെ കാലാവധി എന്ന് പറയുമ്പോൾ 2027 ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഏകദേശം കാലാവധി അവസാനിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 തന്നെ അടുത്ത ഒരു പരീക്ഷ നടത്തേണ്ടതുണ്ടല്ലേ? ഇപ്പോൾ 2026 പരീക്ഷയ്ക്ക് ശേഷം 2027 ആകുമ്പോഴത്തേക്കും അടുത്തൊരു റാങ്ക് ലിസ്റ്റ് പുറത്തു വരാവുന്ന രീതിയിൽ 2026 നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ഇപ്പോൾ 2026 പരീക്ഷ പ്രതീക്ഷിക്കണമെങ്കിൽ ഏകദേശം ഈ ഒരു 2025 അവസാനത്തോടെയോ അല്ലെങ്കിൽ 2026 ആദ്യത്തോടെയോ ഈ ഒരു ബെവ്കോ LDCയുടെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇപ്പം നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ 10th ലെവലിലുള്ള ഒരു എക്സാമാണ്. 10th ലെവലിലെ എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അടുത്തതായിട്ട് 3 എക്സാംസ്, ഈ പറയുന്ന VFA ആയാലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയാലും ബെവ്കോ LDC ആയാലും 3 നല്ല അവസരങ്ങളാണ് ഇനി വരുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഈ ഒരു 3 എക്സാംസിനും കൂടെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നോക്കി ഇരിക്കേണ്ട. എന്തായാലും അടുത്ത വർഷം എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ശേഷം തന്നെ ഇതിലേക്ക് കയറാനായിട്ട് നോക്കുക. നിയമനങ്ങളും മറ്റു കാര്യങ്ങളും എണ്ണവും ഒന്നും കുറഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാംസിന് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യണം, പെർഫോം ചെയ്യണം, അടുത്ത റാങ്ക് ലിസ്റ്റിൽ എന്തായാലും പേര് വരണം എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ബെവ്കോ LDCനെ പറ്റി പറയുകയാണെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, 9,190 മുതൽ 15,780 വരെ സാലറി സ്കെയില് വരുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയിൽ ഒരു എക്സാമിൻ്റെ ഒരു സാലറി സ്കെയിലിൻ്റെ ഒരു ഏകദേശം 9,190 മുതൽ 15,780 വരെയാണ് ഒരു സാലറി സ്കെയിൽ വരുന്നത്. അതുപോലെ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലാണ് വരുന്നത്. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു 2024 ഫെബ്രുവരിയോടുകൂടെയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 2023 എക്സാം നടത്തി 2024 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റും വന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ 2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ഒരു കാലാവധി. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടെ തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നോക്കിയിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA കഴിഞ്ഞു. ഇനി 10th ലെവലിൽ വരുന്ന 3 എക്സാംസിന് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക. സിലബസിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, മെയിനായിട്ടും 10th ലെവൽ സിലബസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് പോയാൽ ഒരു വർഷം ഇനി നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ എന്തായാലും ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ 3 എക്സാമുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ബെവ്കോ LDCയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. 10th ലെവലിൽ വെച്ച് എഴുതാൻ പറ്റുന്ന നല്ല എക്സാംസിൽ ഒരെണ്ണമാണ്. കാരണം ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് LDC ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. മറ്റുള്ള അസിസ്റ്റൻറ്റ് ജോബുകളോ അല്ലെങ്കിൽ പ്യൂൺ പോസ്റ്റുകളോ പോലെ അല്ലാതെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ ജോബിലേക്ക് തന്നെ കയറാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ്. അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ബെവ്കോ LDC എക്സാമിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങാം. ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടുകൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നേരത്തെ പഠനവും കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.